എത്ര വർഷം കഴിഞ്ഞിട്ടും കേൾക്കുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു വിഷമാണ്. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. നാളെ സ്വർഗത്തിൽ നമ്മളെ അവരൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. അല്ലാ, എനിക്ക് 40 വയസ്സായി. എന്താണ് ഞാൻ 15 മുതൽ 40 വരെ 25 കൊല്ലം ചെയ്തത്? എനിക്ക് കണക്കുകൂട്ടി പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളത് എന്താണ്? മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒന്നുണ്ടോ? നല്ലോണം ആലോചിച്ച് ഒന്നും ഞാൻ നേടിയിട്ടില്ലേ? എന്താണ് എനിക്ക് പറയാനുള്ളത്? കൃത്യമായി മുക്കല്ലഫായതിനു ശേഷം ഒരൊറ്റ നിസ്കാരവും ഖളാഅക്കാതെ നിസ്കരിച്ച കണക്കുണ്ടോ? ഒരൊറ്റ ദിവസവും ഹദ്ദാദ് വിടാതെ ചൊല്ലിയതുണ്ടോ? ഖുർആനിന്റെ ബന്ധം വിടാതെ സൂക്ഷിച്ചതുണ്ടോ? ജുമുഅ നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടന്നതുണ്ടോ? സുഹൃതങ്ങളെ പറ്റി ആലോചിക്കുമ്പോ പല കുറവും ഉണ്ടെങ്കിൽ 40 ശേഷം അല്ലാഹു തരുന്ന ജീവിതമില്ലേ? അങ്ങോട്ട് ഡെപ്പോസിറ്റ് വെക്കാനാണ്. യുവത്വ കാലത്ത് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അധ്വാനിച്ച് ചെയ്യട്ടെ. കൗമാരപ്രായം കഴിഞ്ഞു, യൗവനത്തിലേക്ക് പ്രവേശിച്ച കൂട്ടുകാരാ, ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കും. അത് ഒരുപാട് ജനങ്ങളുടെ ഇരുന്നിട്ട് ഒരുപാട് സദസ്സിലിരുന്നിട്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ എന്തായാലും നമ്മളെ മനസ്സിലും നമ്മളെ എപ്പോഴും അത് ഓർമ്മ ഉണ്ടാവും. ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അത് ആ നേരം കൊണ്ട് നമ്മൾ മറന്നു പോവാ. സത്യം